ഈ ഷോട്ടിലൂടെ ഞാൻ ഒരു ഉപദേശങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. സത്യസന്ധമായി ഈ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച മാത്രമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ചാനലിൽ പോയി നിർബന്ധമായി കാണണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അനാവശ്യമായി പണം നഷ്ടപ്പെടില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. മാത്രവുമല്ല, നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അവരുടെ കരങ്ങളിലെത്തുവാൻ നമ്മൾ അതിനും ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഒരു രൂപ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം അത് നമ്മുടെ വിയർപ്പിൻ്റെ അംശമാണ്. നമ്മുടെ അനാഥാലയങ്ങളൊക്കെ നന്നായി പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു അനാഥാലയങ്ങളും നന്നായി പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുദ്ദേശിച്ചാണോ നിങ്ങൾ ചാരിറ്റിക്ക് പണം കൊടുക്കുന്നത് അത് ആ ചാരിറ്റിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള സത്യസന്ധമായ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അനാഥാലയത്തിലെ നടത്തിപ്പുകാരൊക്കെ സനാഥരാകുമ്പോഴും സമ്പന്നരാകുമ്പോഴും അനാഥാലയത്തിൻ്റെ ഗതി അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നതാണ് കണ്ടുവരുന്നത്. സർക്കാർ ധാരാളം പണം ഈ മേഖലയിലുള്ള അനാഥ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചെലവഴിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല. ശരിയായ രീതിയിലുള്ള നിഗമനത്തോടുകൂടി യാതൊരു രീതിയിലുള്ള കക്ഷി ബന്ധങ്ങളോ യാതൊരു രീതിയിൽ ഒരു തരത്തിലും ആരോടും ചേർന്ന് നിൽക്കാതെ ഒരു അനാഥാലയത്തിലുണ്ടായ സംശയാസ്പദമായ ഒരു വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായി അത് കാണണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഷോട്ട് ഇട്ടത്. നന്ദി, നമസ്കാരം.